മഴ വന്ന് നമ്മുടെ ബൈപ്പാസ് ഹൈവേ ഒക്കെ പണി കിട്ടി. 2025 മറ്റോ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞതാണ്. എവിടെ കംപ്ലീറ്റ് ആയിട്ട്? ഒന്നും ആയിട്ടൊന്നുമില്ല. പകുതി ഭാഗം തളിപ്പുറം ഭാഗത്തുള്ള ഇനിയും പൂർത്തിയാകാനുണ്ട്. അതിൻ്റെ അടക്കമാണ് മലപ്പുറം കൂരിയാട് ഭാഗത്തുള്ള ബൈപ്പാസ് ഹൈവേയിൽ ഉണ്ടായ വിള്ളലുകളിൽ ഒരുപാട് പൊളിഞ്ഞ് കല്ല് കാര്യങ്ങളൊക്കെ ഇളകി വീണിട്ട് 2 കാറെങ്ങാനും കുടുങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും അതിൻ്റെ വ്യാപ്തി, ആ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി. അതായത് വേനൽക്കാലങ്ങളിൽ പണിയെടുത്തിട്ട് മഴ വരുമ്പം ഇതിനെന്നാ സംഭവിക്കുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂചലനം പോലെ വിണ്ട് കയറിയിട്ടാണ് പിന്നെ പ്രശ്നങ്ങൾ വരുന്നത്. വിണ്ട് കയറിയാൽ അതിലൂടെ വാഹനങ്ങൾ വീണ്ടും പോകുമ്പോൾ കനം കയറിയിട്ട് അതിലുള്ള പിന്നെ കല്ലുകളും കോൺക്രീറ്റുകളൊക്കെ ഇളകി വീഴുന്നു. ഏറ്റവും കൂടുതൽ അപകടം എന്ന് പറഞ്ഞാൽ ഈ അണ്ടർപാസുകളിലൂടെയൊക്കെ പോകുന്നത്. അണ്ടർപാസിലൊന്നും ഒരിക്കലും വണ്ടി നിങ്ങൾ നിർത്തിയിടാൻ പാടില്ല, അണ്ടർപാസിൽ നിൽക്കാനും പാടില്ല. കാരണം എന്ന് വെച്ചാൽ മഴ ഇന്ന് തോരാതെ പെയ്യുന്ന മഴയാണ്. അത്രയും മഴയ്ക്ക് നല്ല ഗാഢതയുണ്ട്. അതായത് വേനൽക്കാലത്ത് ഉണ്ടാക്കിയ പണികളിൽ മഴക്കാലമാകുമ്പം മൊത്തത്തിൽ പ്രശ്നം വരുന്നു. ഇതൊന്നും പഠിക്കാതെയാണ് ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ കേരളത്തിലുടനീളം വരുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയല്ല, പല കൺസ്ട്രക്ഷൻ ടീമുകളാണ് ഓരോ ഭാഗത്ത് പണിയെടുക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും അതിൻ്റേതായ പണിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ചിലയിടത്ത് നല്ലതാണെങ്കിൽ കംപ്ലീറ്റ് ആയ സ്ഥലത്ത് പിന്നെ ഇതേപോലെ മഴയൊക്കെ പെയ്ത് പ്രശ്നമില്ലെങ്കിൽ ചിലയിടത്ത് മഴ പെയ്യുമ്പം വിണ്ട് കയറുന്നു വന്നിട്ട് മൊത്തത്തിൽ പൊളിഞ്ഞു വീഴുന്നു. സൈഡിലുള്ള കല്ലുകളൊക്കെ വാഹനത്തിൻ്റെ മുകളിലൊക്കെ വീണാൽ സർവീസ് റോഡിലേക്കാണ് വീഴുന്നത്. സർവീസ് റോഡിനാണ് ഏറ്റവും കൂടുതൽ അപകടം വരുന്നത്. അതായത് അവിടെയൊക്കെ നമ്മളൊക്കെ പോകുന്ന ടൈമിൽ, പാസ് ചെയ്ത് പോകുന്ന ടൈമിലായിരിക്കും കല്ലുകളൊക്കെ വീഴുക. അതും അറിയാമല്ലോ നിങ്ങൾക്ക്, അത്രയും കനമുള്ള കല്ലുകൾ, പിന്നെ കോൺക്രീറ്റ് കല്ലുകളൊക്കെ ട്രെയിൻ എടുത്ത് വെച്ചിട്ട് വെക്കുന്ന ഫിക്സ് ചെയ്യുന്ന കല്ലുകളൊക്കെ ആയിരിക്കും ഇളകി പോവുക. കാരണം പിന്നെ അതിൻ്റെ പാലത്തിൻ്റെ മൊത്തത്തിലുള്ള ഇത് പോയി, അതായത് ബാലൻസും കാര്യങ്ങളും ഒക്കെ പോയി. അവിടെയുള്ള ഒരു എന്താ പറയണ്ടേ സ്റ്റെബിലിറ്റി ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കല്ലുകളൊന്നും അവിടെ നിൽക്കില്ല. മഴേൻ്റെ അത്രയും നിങ്ങൾക്കറിയാമല്ലോ, വെള്ളം കുത്തിക്കയറി വന്നാൽ, വെള്ളം ഒലിച്ച് വന്നാൽ ഒരു കോൺക്രീറ്റിന് ഒരു രക്ഷയില്ല. അത്രയും അപകടാവസ്ഥയിലായിരിക്കും റോഡുകളൊക്കെ ഉണ്ടാവുക. അത്രയും ഹൈറ്റിലാണ് പാലങ്ങൾ പിന്നെ എന്താ പറയണ്ടേ ഹൈവേകൾ നിർമ്മിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. താഴെയിലൂടെ പോകുന്ന ആൾക്കാരെ മേത്തേക്കായിട്ട് പോവുക, സൈഡിലേക്കുമായിട്ട് കല്ലുകളും ഇതൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ മഴ നിൽക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഒരുപാട് പ്രതീക്ഷ